നമ്മളുടെ ഇടയിലുള്ള ആ ദിവസം പ്രത്യേക ഒരു ആചരണമുണ്ട്. ഈ ലാസറിൻ്റെ ശനിയാഴ്ച, ലാസേഴ്സ് സാറ്റർഡേ എന്ന് പറയുന്നത് പൗരസ്ത്യ സഭകളിലെല്ലാം ആചരിക്കുന്നുണ്ട്, ബൈസന്റൈൻ സഭകളിലും മറ്റു സഭകളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ സഭയിൽ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഗാർഹിക ആചരണമുണ്ട്. അതായത് ഈ മറിയം സുഗന്ധദ്രവ്യം കൊണ്ട് പൂശിയെന്ന് അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകമായൊരു ഭക്ഷണം, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഭക്ഷണമാണ്. അതാണ് കൊഴുക്കൊട്ടയുടെ പ്രത്യേകത. അതിനകത്ത് സുഗന്ധദ്രവ്യങ്ങൾ, വ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത്, ശർക്കരയൊക്കെ ചേർത്തുള്ള അകത്തുള്ള മധുരം, അത് ഈ ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് കർത്താവിൻ്റെ പാദങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശിയതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ഒരു ഭക്ഷണം പ്രത്യേകമായിട്ട് തയ്യാറാക്കി ഗൃഹനാഥൻ അതിൽ കുരിശ് വരച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഗാർഹിക ആചരണമുണ്ടായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി പല ദേവാലയങ്ങളിലും ഇതിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ആചരണങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിലൂടെ ഉള്ള ആചരണങ്ങളായി വരുമ്പോൾ അത് കുറേ കൂടെ വ്യക്തിപരമായി, അനുഭവപരമായി തലമുറകളിലേക്ക് സംക്രമിക്കുന്ന ഒരു അനുഭവമായി മാറും. നമുക്കറിയാം, പെസഹായുടെ അപ്പം ഭവനത്തിലുണ്ടാക്കുന്നത് പോലെ തന്നെ ആണ് ഇതുപോലെ തന്നെ ഗാർഹിക ആചരണങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുകയും ആ വിശ്വാസ പൈതൃകം മക്കളിലേക്ക്, തലമുറകളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്.